ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പിറ്റ്ബുള്ളിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോയും വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പിറ്റ്ബുള്ളിൻ്റെ മെയിൽ പപ്പീസ് മാത്രമാണ് വന്നിട്ടുള്ളത്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 10,000 രൂപയാണ്. 10,000 ആണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത് പിറ്റ്ബുള്ളിൻ്റെ. അപ്പോൾ നല്ല അടിപൊളി ലൈൻ വരുന്ന പിറ്റ്ബുള്ളിൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫാദറിൻ്റെ ഫോട്ടോയും മദറിൻ്റെ ഫോട്ടോയും നമ്മൾ ഇതിൽ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് ബ്രീഡേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബ്രീഡർമാരുടെ നമ്പറൊക്കെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ ഡിസൈൻസിൽ സ്ഥലവും അവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് മദർ ഡോഗ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. പിറ്റ്ബുള്ളിൻ്റെ ഗാർഡിങ്ങിനായാലും ഗാർഡിങ്ങിനും നല്ല വാച്ചിങ് ഡോഗൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡാണ് പിറ്റ്ബുള്ള്. അപ്പോൾ അതിൻ്റെ മെയിൽ പപ്പീസ് മാത്രമാണ് അവൈലബിൾ ഉള്ളൂ. 10,000 രൂപയുടെ ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. അടുത്തൊരു ബ്രീഡറാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. കടമ്പഴിപ്പുറാണ് സ്ഥലം വന്നിരിക്കുന്നത്. 90 കോഴിയും അതിൻ്റെ ഒരു 14 കുട്ടികളും 2 ദിവസം പ്രായമായത്. അപ്പോൾ ഇതെല്ലാം കൂടി ചോദിക്കുന്നത് 1,100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 14 കുട്ടികളും ആ തള്ളക്കോഴിയും 90 കോഴിയാണ്. അടുത്ത് വന്നിരിക്കുന്നത് 60 കോഴിയും അതിൻ്റെ ഒരു 7 കുട്ടികളും 15 ദിവസമായത്. ഈ 7 കുട്ടികളും ആ തള്ളക്കോഴി അടക്കം 900 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പോമറേനിയൻ്റെയും അതേപോലെ നാടൻ്റെയും ക്രോസ് ആയിട്ടുള്ള പപ്പീസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ക്രോസ് ബ്രീഡ് പപ്പികളാണ് വന്നിരിക്കുന്നത്. നാടനും പോമറേനിയനും ക്രോസ് ആയിട്ടുള്ള പപ്പീസ്. അപ്പോൾ മദറിൻ്റെ വീഡിയോ ഫോട്ടോ നമ്മൾ ഇതിൽ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ ക്രോസ് പപ്പീസ്. അപ്പോൾ ഈ ക്രോസ് പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മെയിൽ പപ്പികളുണ്ട്, അതേപോലെ ഫീമെയിൽ പപ്പീസും ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. അർജൻറ്റ് സെയിലാണ്. ആളെ എബ്രോഡ് പോണ കാരണമാണ് കൊടുക്കുന്നത്. വാച്ചിങ്ങിന് പറ്റിയ നല്ല അടിപൊളി ഡോഗാണ് വന്നിരിക്കുന്നത്. മലപ്പുറം മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ 2.5 വയസ്സുള്ള മെയിൽ ഡോഗിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 6,000 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഡോഗിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല, ഡയറക്റ്റ് നിന്ന് എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ഡോഗാണ്. അപ്പോൾ അർജൻറ്റ് സെയിലാണ്. 6,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ വല്ലച്ചേരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ബേഡുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ അർജൻറ്റ് സെയിലായതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഒരു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റൽ കേസ് വന്ന കാരണമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബേഡുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് വന്നിരിക്കുന്നത് ഗാഡിറ്റാനോൻ്റെ നല്ല അടിപൊളി ബേഡാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബേഡ്. അതേപോലെ തന്നെ നല്ല അടിപൊളി കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 3,500 രൂപയാണ് ഗാഡിറ്റാനോ ചോദിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് നൗറിച്ച് പൗഡറിൻ്റെ 2 മെയിലുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3,000 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നൗറിച്ച് പൗഡറുകൾ 2 ഉണ്ട്, സെയിം ഏകദേശം കളർ തന്നെ വന്നിരിക്കുന്നത്. ഒരെണ്ണം നല്ല ഷോ ക്വാളിറ്റിയാണ്. അതേപോലെ ഷോ ക്വാളിറ്റി ബേഡുകളാണ് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3,000 രൂപയാണ് ഒരു മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു നൗറിച്ച് പൗഡറിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്.
3000 രൂപയാണ് ഒരു മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് ഗാഡിറ്റാനോ പൗഡർ. അതേപോലെ തന്നെ 3500 രൂപയാണ് ഗാഡിറ്റാനോ പൗഡറിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത്. നൗറിച്ച് പൗഡർ പീസ് റേറ്റ് 3000 രൂപ. 2 മെയിൽ ബേഡുകൾ മാത്രമാണ് കൊടുക്കാനുള്ളത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. തൃശ്ശൂർ വല്ലച്ചിറയാണ് പ്രോപ്പർ ലൊക്കേഷൻ. അർജൻറ്റ് സെയിലാണ്. അപ്പോൾ ഈ ബേഡുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പെട്ടെന്ന് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്നത് ഹോമറിൻ്റെ ഒരു ആൽമണ്ട് കളർ ഹോമറിൻ്റെ ചിക്സ് ആണ് വന്നിരിക്കുന്നത്. 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ആൽമണ്ട് കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ആൽമണ്ട് കളർ ചിക്സുകൾ 1000 രൂപയാണ് ഈ പേരിൻ്റെ ഈ ചിക്സിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അടുത്ത് വന്നിരിക്കുന്നത് സാറ്റീൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് 1000 രൂപ തന്നെയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ബേഡുകളൊക്കെ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ഇതിലേക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അർജൻറ്റ് സെയിലുകളാണ് ബേഡുകൾ. മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ മേലാറ്റൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫീമെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത്. റോഡ് വീലറിൻ്റെ 11,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 11,000 രൂപ 11,000 ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ റോഡ് വീലറിൻ്റെ ഫീമെയിൽ പപ്പീസിനെ കിട്ടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ട്രാൻസ്പോർട്ടേഷനൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് റെഡ് ഫാക്ടർ സൺകോനൂറിൻ്റെ സൺകോനൂറുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 9 മാസമായിട്ടുള്ള റെഡ് ഫാക്ടറിൻ്റെ സൺകോനൂറുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 60,000 രൂപയാണ് റേറ്റ് വരുന്നത്. നോർമൽ സൺകോനൂറുകളല്ല, റെഡ് ഫാക്ടറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ റെഡ് കളറ് നല്ല റെഡിഷ് കളർ വന്നിരിക്കുന്ന സൺകോനൂറുകൾ 60,000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. കോഴിക്കോടാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റും കാര്യങ്ങളും നെഗോഷ്യബിൾ ആണ്. 60,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. റെഡ് ഫാക്ടർ സൺകോനൂറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി സൺകോനൂറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല റെഡിഷ് കളർ. അടുത്തടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡോൾ ഫേസിൻ്റെ കിറ്റൻസ് ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3 മെയിലും ഒരു ഫീമെയിലാണ് കൊടുക്കാനുള്ളത്. ഓരോന്നിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 2,500 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഡോൾ ഫേസിൻ്റെ കിറ്റൻസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. 2,500 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 4 കിറ്റൻസ് മൊത്തം കൊടുക്കാനായിട്ട് ബൾക്കായിട്ട് 4 ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ പപ്പീകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വിത്ത് KCI ഉള്ള പപ്പീസ്. അപ്പോൾ ഫാദറും മദറും വന്നിരിക്കുന്നത് ചാമ്പ്യനാണ് വന്നിരിക്കുന്നത്. ചാമ്പ്യൻ ലൈനേജാണ് വന്നിരിക്കുന്നത്. വിത്ത് KCI ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 18,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് വിത്ത് KCI സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പീസ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ലൈൻ വരുന്ന റോഡ് വീലറിൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് വിത്ത് KCI 18,000 രൂപ. കോഴിക്കോട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ലൈൻ വരുന്ന ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. വിത്ത് KCI ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടോപ്പ് ലൈൻ ലാബിൻ്റെ പപ്പീസ് വിത്ത് KCI 15,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. വിത്തൗട്ട് KCI ആണെങ്കിൽ 10,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് വരുന്നത്. നല്ല അടിപൊളി ലൈൻ വരുന്ന ലാബിൻ്റെ പപ്പികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പേരൻസ് വന്നിരിക്കുന്നത് സുൽത്താനും അതേപോലെ തന്നെ ബെല്ലയാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പെറ്റായിട്ട് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ലാബിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴിക്കോടാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആയിരിക്കും ഓൾ കേരള.
അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.